അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ കമ്പനീൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇറങ്ങുകയാണ്. കമ്പനിക്ക് ഈ ഏരിയയിൽ വരുന്നത് ഒരു വില്ലേജാണ്. ഈ വില്ലേജിൽ ഈ വില്ലേജ് ഉണ്ടാക്കിയത് ഈ കമ്പനിയിൽ പണ്ട് കാലങ്ങളിലുള്ളതാണ് ഇതൊക്കെ. ഇവരുടെ ബ്രിട്ടൻ കമ്പനി അവരുടെ ഒരു ഫാമിലി ഗ്രൂപ്പായിട്ട് റോയൽ ബിസിനസ്സാണിത്. അപ്പോൾ ആ കമ്പനി പണ്ട് കാലത്തെ ഉണ്ടാക്കിയ വില്ലേജും കാര്യങ്ങളാണ് അവിടുത്തെ കമ്പനിയിലത്തെ ഷാപ്പിൽ നിൽക്കാൻ വേണ്ടി. എല്ലാം അടിപൊളി നല്ല വിൻറ്റേജ് ലുക്കുള്ള ഇതാണ് വീടുകളൊക്കെ ഉള്ളത്. പിന്നെ റോഡുകളും എല്ലാം അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സൈറ്റ് ഇതാണ് കേട്ടോ. ഞാൻ മെയിൻ ലണ്ടനിലേക്കൊന്നും പോയില്ല, പക്ഷേ ഇപ്പം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് മറ്റേ മാൻസിഫീൽഡിലെല്ലാം കണ്ടതിൽ വെച്ചിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര പീസും സമാധാനമുള്ള പോലത്തെ ഒരു ഏരിയ. പിന്നെ ഞാൻ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറച്ച് കുറവാണ് ലണ്ടനൊക്കെ എല്ലാം വെച്ചിട്ട്. പിന്നെ അത്ര വലിയ ഹറി പിടിച്ച തിക്കും തിരക്കും കൂട്ടിയ ജീവിതങ്ങളൊന്നുമല്ല ഇവിടെ, അങ്ങനെയൊക്കെ പറഞ്ഞു. പൊതുവെ ഭയങ്കര കീപ്പിങ് കാമ്, അതും പക്ക നീറ്റാണ് ഈ ഏരിയകളെല്ലാം കാണാനൊക്കെ. അങ്ങനത്തെ ഏരിയ ഉണ്ട്. നടുവിൽ പാർക്ക് പോലെ ലോണെല്ലാം വെച്ചിട്ട് പുല്ലിൻ്റെ സൗകര്യങ്ങളും അത് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് കേട്ടോ. ഓൾഡ് ഏജ് ഹോമിൽ ഒരു ഫ്രണ്ടിൽ ടോയ്സ് വെച്ചിരിക്കുകയാണല്ലോ, ചെറിയ പിള്ളേർ വെച്ചിരിക്കുന്ന പോലെ കുത്തി നിറച്ച് വെച്ചിരിക്കുക. ഒരു ചെറിയൊരു ഏരിയ അത് മൊത്തം വെച്ചിരിക്കുക. ഞങ്ങൾക്ക് കാണിച്ചു തരാം. കൂടി നടന്നാലാവും അത്. അതിനെയൊക്കെ ഇട്ട് നടക്കാനിറങ്ങണ്ട കേട്ടോ മക്കളെ. വലിയ വലിയ സാധനങ്ങൾ ഒരാളേലും ഒരു നായ എന്നല്ല, 5-6 നായ്കൾ അതിനൊക്കെ വെച്ചിറക്കുന്ന ആൾക്കാരുണ്ട്. ഒരൊറ്റപ്പിടുത്തത്തിൽ ഒരു ചങ്ങലയിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ടൈപ്പ്. കെട്ടൊന്നും പിടിക്കാനില്ല കേട്ടോ, അതൊക്കെ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഗാർഡൻ കേട്ടോ, മറ്റേ ഓൾഡ് ഏജ് ഹോമിൽ. ഇത് നോക്കട്ടെ നിങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിലുള്ളത്. ഡിനോസർ നമുക്ക് എവിടെയെങ്കിലും ഇടാം ഇങ്ങനെ സാധനങ്ങൾ. ഇത് പൂക്കളും ചെടിയേക്കാളും കൂടുതൽ അവർ ടോയ്സ് കൊണ്ടുവന്ന വെച്ച പോലെ ഉണ്ട്. ഇതാണ് സ്ഥലത്തിൻ്റെ പേര്. ആരെങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ ഇടയിൽ വന്ന് കണ്ടു. അടിപൊളി സ്ഥലമാണ് മൊത്തത്തിൽ. ഇവിടെ കാണാൻ നല്ലൊരു വൈബാണ്. അടിപൊളി വിൻറ്റേജ് കാർ വരുന്നല്ലോ, കോക്ക് എന്നല്ല പറഞ്ഞിട്ട്. ടാക്സി കേട്ടോ, ടാക്സി ഒക്കെ ഇതിൻ്റെ കാരവാൻ വാൻ ലൈഫ്. നമ്മൾ ഈ ബുൾജറ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാതെ. പിന്നെ എല്ലാം നാട്ടിലത്തെ പോലെ തന്നെ കേട്ടോ. ഈ ലേണേഴ്സ് പഠിക്കുന്നവർ ബാക്കിലല്ലേന്ന് ഒട്ടിച്ചിട്ടൊക്കെ അവിടെ ഇപ്പോൾ പഠിക്കുന്നത് തോന്നുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കളർഫുൾ വണ്ടികൾ കാണാം. എല്ലാം നല്ല പോഷ് വണ്ടികളാണ്. ഒന്നും സാധാ ഉപ്പ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു വാഗനർ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ, നമ്മുടെ നാട്ടിലത്തെ വാഗനർ. ഏകദേശം അതുപോലെയൊക്കെ തന്നെ, പക്ഷേ ശരിക്കും ഫ്രണ്ടിൽ ചെറിയ വ്യത്യാസമൊക്കെ. നോക്കട്ടെ പോണ വീല് പാർക്ക് ചെയ്ത് കാണുന്നുണ്ടോ എന്നുള്ളത്. ഇത് കണ്ട ആ വാനൊക്കെ അടിപൊളി വാനായില്ലേ അല്ലേ. പിന്നെ പോളോ GT ഇവിടെയുണ്ട്. അതെല്ലായിടത്തും അതിൻ്റെ സ്പെഷ്യലൊരു ഫാൻ ഉണ്ടാവും എന്ന് തോന്നുന്നത് അല്ലേ. ഇത് വേറെ അതിൻ്റെ മോഡലാണ്. പോളോ തന്നെ, പോളോൻ്റെ TDI ബാക്കിലെ വ്യത്യാസമുണ്ട് കാണാം. പിന്നെ അവിടെ ഷിഫ്റ്റ് കൂട്ടം കിടക്കുന്നുണ്ട്. ഷിഫ്റ്റ് കൂട്ടൻ അവരൊക്കെ ഇവിടെയുണ്ട്. ഇവിടുത്തെ നമ്പർ പ്ലേറ്റൊക്കെ കോമഡിയാണ്. ഫ്രണ്ടിൽ വെള്ള, ബാക്കിൽ മഞ്ഞ. കാണിച്ചാൽ കേട്ടാ, കണ്ടാ എല്ലാവർക്കും അങ്ങനെയാണ്. പിന്നെ അത് ഇഷ്ടപ്പെട്ട നമ്പറൊക്കെ വയ്ക്കാൻ തോന്നുന്നു. പേര് FG ഒക്കെ കയറ്റിയിട്ട് ചിലരൊക്കെ പറഞ്ഞൊക്കെ. കൂപ്പറളിയൻ ഉണ്ടാവും. ബസ്വാഗൻ്റെ വണ്ടികൾ ഇവിടെ അത്യാവശ്യമുണ്ട്, നല്ല സെയിലാണ് കേട്ടോ. ഒരു ഗോൾഫ് പറഞ്ഞിട്ടുള്ള മോഡലുണ്ട്. ഇനി തന്നെയാണത്. ഇത് കണ്ടോ ഗോൾഫ് പറഞ്ഞിട്ടുള്ളത്. മറ്റേ പോളോൻ്റെ ഒക്കെ ചേട്ടനായിട്ട് വരും തോന്നുന്നു. പക്ഷെ ബാക്ക് കാണുമ്പോൾ അത്രയ്ക്ക് എൻ്റെ ലുക്കില്ല. പോളോന് അതിൻ്റെ രസം. ഇനിയിപ്പോൾ അധികം ഞാൻ വീഡിയോ എടുത്ത് ബോറടിക്കുന്നില്ല. ഞാനപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലെത്തുമ്പോൾ അടിക്കാം. ഓക്കെ, റൗണ്ട് അബൌട്ടിൽ കാണാം. ഒരു വണ്ടി ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടികൾ എടുക്കുന്നുണ്ട്. അവിടുന്ന് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ തന്നെ കയറി പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. ഇവിടെ മൊത്തം ട്രാഫിക്കിലാണ് മൊത്തം പോകുന്നത്. നടുവിൽ ഗ്യാപ്പ് ഇട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ട്രാഫിക്കിലെല്ലാവരും മാന്യന്മാരായി പാലിക്കേണ്ട കാര്യം. ഇന്ന് ശരിയെന്നാ. അടുത്ത നമ്മളിപ്പോൾ നിൽക്കണേ വില്ലേജ് ഹോട്ടലിൻ്റെ ഉള്ളിൽ വെച്ചാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ലിഫ്റ്റിലാണ്. തുറന്നു കഴിഞ്ഞാൽ നമ്മൾ റൂമെത്തി. അടിപൊളി ഹോട്ടലാണ്. എല്ലാം ഭയങ്കര നീറ്റൊക്കെ ആയിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം കാണാനൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ റൂം 231.
കറക്റ്റ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ കയറി, അപ്പം ഞാൻ റൂം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ് കാര്യങ്ങളെല്ലാം ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഡ്രസ്സുകൾ ഇങ്ങനത്തെ ഒരാള്, പിന്നെ നമ്മുടെ അയൺ ചെയ്യാനുള്ള ടേബിള്, അയൺ മെഷീൻ, പിന്നെ ഒരു എയർ പ്യൂരിഫയറും, പിന്നെ ഒരു ചൂടാക്കാനുള്ള രീതിയിലും മൊത്തത്തിലുള്ളത്. പിന്നെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇവിടെയൊക്കെ ഹോട്ടലിൽ ലെഫ്റ്റ് സൈഡിൽ വന്ന് കയറിയ ഇവിടെ തന്നെയാണ് വാഷ്റൂം വരുന്നത്. ഇതിൽ ഒരു മിററ്, വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മിറർ, എല്ലാ സൗകര്യമുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ചെറിയൊരു ടേബിൾ പോലെ, പിന്നെ ബേസിൻ, പിന്നെ ടോയ്ലറ്റ്, പിന്നെ ബാത്ത് ടബ്. ഇവിടെ എല്ലായിടത്തും ബാത്ത് ടബ് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മളെ നാട്ടിൽ പോലെ വെള്ളം കോരി കുളിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റോ കപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂമിൻ്റെ തന്നെയാണ് വരുന്നത്. ഇവിടെയുണ്ട് നമുക്കൊരു മിററുണ്ട്. നമുക്ക് മൊത്തത്തിൽ നമ്മളെ ഫുൾ സൈസ് മിറർ കാണാൻ പറ്റും. പിന്നെ നേരെ വന്ന ബെഡൊക്കെ ഇപ്പോൾ നൽക്കുലത്തായി എടുക്കുകയാണ്. അവർ ഡെയിലി ഞാൻ ഡ്യൂട്ടിക്ക് കഴിഞ്ഞാൽ ഒരു ക്ലിയർ ചെയ്തിടും. പിന്നെ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഞാൻ കിടന്ന് കഴിഞ്ഞപ്പോൾ എണീറ്റാണ്. ഇന്നിപ്പോൾ ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം. ഇതൊരു ഹീറ്റർ, ഇത് ഒരു ടേബിള്, പിന്നെ അതിൻ്റെ ഒരു ലാമ്പ്, പിന്നെ ഇവിടെ വർക്കിംഗ് ടേബിൾ വരുന്നത്, കെറ്റില്, പിന്നെ ചായ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ അതുണ്ട്. പിന്നെ ഇത് TV, പിന്നെ മെനു ഉണ്ട്. മെനുവിൽ നമുക്കിവിടെ QR കോഡ് സ്കാൻ ചെയ്തത് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് എത്തുന്ന രീതിയിൽ. പിന്നെ ഇത് നല്ലൊരു ചെയർ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല കംഫർട്ടാണ് ഇരിക്കാൻ. ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കാലും കയറ്റി വെച്ചിട്ട് ഇരുന്നിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് ടേബിളിലെ ലാമ്പ്, രണ്ടും സെയിം ഡിറ്റോ മിറർ പോലെ. പിന്നെ ഇവിടെ നോക്കിയൊരു വിൻഡോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതെല്ലാം റൂമുകൾ അതിന് ചുറ്റോറുള്ളതൊക്കെ പല സൈസുകളായിരിക്കും. ബെഡിൻ്റെ സൈസ്, ഫാമിലി കോട്ട്, അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ആർച്ച് പോലെ കാണാൻ അതിൻ്റെ അടിയിൽ പൂള്, പിന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനൊന്നും പോകാൻ നേരം കിട്ടാത്തതുകൊണ്ട് അതിനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എന്താ കഴിഞ്ഞാൽ നമ്മളിത് വെക്കേറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയത്തെ കാഴ്ചകളും പിന്നെ അവിടുത്തെ ചുറ്റുപാടുകളും എന്താ കഴിഞ്ഞാൽ ഇന്ന് രാത്രിക്കുള്ളിലെത്തും, വൈകുന്നേരത്തിനുള്ളിലെത്തും. പിന്നെ നാളെ ഒരു ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് കാണാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ഓക്കെ, ബൈ.